ഷാലോസ് മിസ്റ്റിക്കൽ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി സിജി. ഇന്ന് ഒത്തിരി പേര് കാത്തിരുന്ന അഡീനിയം പ്ലാന്റ്സ് ആണ് കേട്ടോ. നമുക്ക് ഒത്തിരി പ്ലാന്റ്സുകൾ എല്ലാ ആഴ്ചയിലും നമുക്ക് അഡീനിയം വരാറുണ്ട്, പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റോക്കും കഴിയാറുണ്ട്. അഡീനിയം മാത്രമല്ല കേട്ടോ വന്നേക്കുന്നത്, ബാക്കി എല്ലാ പ്ലാന്റ്സുകളും ഉണ്ട്. അത് കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ അഡീനിയം പ്ലാന്റ്സിന്റെ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുമ്പായിട്ട് കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. അഡീനിയം പ്ലാന്റ്സ് ആണ്, എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അഡീനിയം പ്ലാന്റ്സ് ആണ് ഇലകളും പൂക്കളും ഒക്കെ കൊഴിയാനുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, അഡീനിയം പ്ലാന്റ്സിന് ഇലകളൊക്കെ കൊഴിഞ്ഞു എന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല. പാക്കറ്റിന്റെ ഉള്ളിലിരിക്കുമ്പോൾ ഇലകളൊക്കെ കൊഴിയാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ പൂക്കളൊക്കെ ഉള്ളതാണ് കാണിക്കുന്നത്, അപ്പം നിങ്ങളുടെ അടുത്തിരിക്കും ചിലപ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ടാവും, ഇലകളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ടാവും. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ അഡീനിയം പ്ലാന്റ്സിൽ. ആദ്യമായിട്ട് വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇലകളൊന്നും കൊഴിയാറില്ല, അതൊരു കേസ്. എന്നാലും നമ്മൾ പറഞ്ഞിരിക്കണമല്ലോ. പിന്നെ പോട്ടുകൾ ഉണ്ടായിരിക്കില്ല കേട്ടോ. പോട്ടുകൾ വലിയ പോട്ടുകളാണ് വന്നിരിക്കുന്നത്, അപ്പോൾ പോട്ടുകൾ ഉണ്ടായിരിക്കില്ല. കൊക്കോപീറ്റിലാണ് കേട്ടോ പ്ലാന്റുകളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കൊക്കോപീറ്റൊക്കെ കളഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ നല്ല സേഫ് ആയിട്ട് അയക്കുക. പ്രൊഫഷണൽ DTDC 2 കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുക. ഈ പ്ലാന്റ്സുകൾ ഇപ്പോൾ എന്നാ അയക്കുന്നതെന്ന് നമുക്ക് റംസാൻ്റെ അവധി വരുന്നതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് ഓർഡർ തരുമ്പോൾ നമുക്ക് പറയാം കേട്ടോ ഏത് ദിവസത്തിൽ അയക്കണമെന്ന്. എന്തായാലും ഈ ആഴ്ച തന്നെ നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുകയെ. അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. കോമൺ ആയിട്ട് അത്രയും കാര്യങ്ങളല്ലേ ഉള്ളൂ. പ്രൊഫഷണൽ DTDC ആ 2 കൊറിയറിൽ നമ്മൾ പ്ലാന്റ്സിലാക്കിയ പോസ്റ്റലിൽ ഈ പ്ലാന്റുകൾ നമ്മൾ അയക്കില്ല കേട്ടോ. വലിയ പ്ലാന്റുകളായതുകൊണ്ട് കൊറിയർ ചാർജ് ഒത്തിരി പൈസ വരും, അതുകൊണ്ട് തന്നെ പോസ്റ്റലിൽ അയക്കില്ല. പിന്നെ അവർക്ക് ഇങ്ങനെ വലിയ പെട്ടിയൊക്കെ ആകുമ്പോൾ പോസ്റ്റ് ഓഫീസിൽ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ DTDCയും പ്രൊഫഷണലും മാത്രമാണ് കേട്ടോ അഡീനിയം പ്ലാന്റ്സ് അയക്കുള്ളൂ. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വേഗം കാണിച്ചു പോകാം കേട്ടോ. നമ്പർ വൈസ് ഞാൻ വേഗം കാണിച്ചു പോകാം. ഇതാ നമ്പർ 1. ഇതെല്ലാം കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഇത് കാറ്റലോഗിൽ നിന്ന് നോക്കിയിട്ട് കാർട്ട് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാർട്ട് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്പർ പറയുക. കാറ്റലോഗിൽ നമ്പറുകൾ കണ്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സെയിലായെന്ന് തന്നെയാണ് കേട്ടോ. ആദ്യത്തെ കളർ എന്ന് പറയുന്നത് ഇതാണ് നമ്പർ 1. വേഗം കാണിച്ചു പോവുകയാണേ. നമ്പർ 2 ഇതാണ് ഇതാണ് കേട്ടോ കളർ വരുന്നത്, നല്ല പ്ലാന്റ്. നമ്പർ 3 വരുന്നത് ഒരു വയലറ്റ് ആണ്, ഇത് വയലറ്റ്. നമ്പർ 4 വരുന്നത് ഞാൻ എണിച്ച് നിൽക്കാം. നമ്പർ 4 വരുന്നത് ഇതാണ്. അയ്യോ ഇത് പൂവില്ല, അത് എനിക്ക് തോന്നുന്നു യെല്ലോ ഷെയ്ഡാണ് തോന്നുന്നത്. അതിൻ്റെ ഇലകൾ കണ്ടിട്ട് കേട്ടോ. നിങ്ങൾ ഇലയും പൂവും ഇതില്ലാത്തത് കൊണ്ട് അതായത് കൊഴിഞ്ഞു പോയതാണ്, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെടി കണ്ടിട്ട് നിങ്ങൾ പ്ലാന്റ് വാങ്ങിക്കുക കേട്ടോ. ഇതാണ് സൈസ് പ്ലാന്റ് വരുന്നത്. നല്ല പ്രോഡക്റ്റ്സ് ആണ്, അധികം താമസിക്കാതെ പൂക്കൾ ഉണ്ടായിക്കോളൂ കേട്ടോ. എനിക്ക് കറക്റ്റ് പറയാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ നമ്പർ 5 ഇതാണ്. ഇങ്ങനെ ഒരു കളറാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ. നമ്പർ 6 വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഒരു ഡാർക്ക് മജന്തയും അതിൻ്റെ ബോർഡർ ഒരു ബ്ലൂ അല്ല, ഒരു ഡാർക്ക് ഷെയ്ഡ്, ബ്ലൂ തന്നെ പറയാം കേട്ടോ. അങ്ങനെ അതാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ. നമ്പർ 7 വരുന്നത് ഇതാണ്. ഒരു പീച്ചും ഒരു റോസും കൂടെ ഒക്കെ ചേർന്നിട്ട് വരുന്നത്. ഇത് നമ്പർ 8 വരുന്നത് ഇതാണ്. ഒരു ലാവൻഡറും ഒരു വയലറ്റും ഒക്കെ ചേർന്ന് വരുന്ന ഒരു കളറാണ്. നമ്പർ 9 വരുന്നത് 12 ആണ്. 9 ഇതാണ് വരുന്നത്. ഞാൻ നമ്പർ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്പർ ഞാൻ ഓർഡറിലല്ല പറയുന്നെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ നോക്കിയാൽ മതി, കാറ്റലോഗിൽ എഴുതി വെച്ചിട്ട് നോക്കിയാൽ മതി കാറ്റലോഗിൽ. നമ്പർ 9 വരുന്നത് ഇതാണ്. 10 വരുന്നത് ഇതാണ് കേട്ടോ. 10ന്റെ മുട്ട് കരിഞ്ഞിരിക്കുന്ന പോലെയാണ്, നല്ല ഉള്ളിലൊരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വയലറ്റ് ആയിട്ടാണ് വരുന്നത്. എന്താണ് കറക്റ്റ് എന്ന് പറയാൻ പറ്റുന്നില്ല. മുട്ട് ഇങ്ങനെയാണ് വരുന്നത്, ഉള്ളിൽ ഇങ്ങനെ വയലറ്റ് ഒക്കെ ചേർന്നിട്ടാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ. നമ്പർ 10. നമ്പർ 11 വരുന്നത് ഇതാണ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. 11 വരുന്നത്. 11. 12 വരുന്നത് ഇതാണ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഒരു സിംഗിൾ പെറ്റലായിട്ടാണ് വരുന്നത്, പക്ഷെ നല്ല മനോഹരമായിട്ടുള്ള പ്ലാന്റ് ആണ്. നല്ല ഡാർക്ക് റെഡും അതിൻ്റെ ബോർഡർ ഒരു വയലറ്റ് ഷെയ്ഡുമായിട്ടാണ് വരുന്നത്. നല്ല അടിപൊളി പ്ലാന്റാ. നമ്പർ 12 കേട്ടോ. നമ്പർ 13 ഇതാണ് വരുന്നത് കേട്ടോ. ഒരു സിംഗിൾ പെറ്റലാണ് വരുന്നത്, പക്ഷെ അത് വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. വയലറ്റും ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പൂ കുറച്ച് കരിഞ്ഞിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ മുഴുവനും കാണാത്ത. മുഴുവനും പൂവില്ല. ഇങ്ങനെ വയലറ്റും ഒരു മജന്തയും കൂടെ ഒക്കെ ചേർന്നിട്ട് ഇങ്ങനെ നല്ല ഭംഗിയുള്ള പ്ലാന്റ്. പിന്നെ 14 വരുന്നത് ഇതാണ്. അതും ഒരു സിംഗിൾ പെറ്റലാണ്, പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ. കളർ ഒന്ന് ഫെയ്ഡായിട്ടുണ്ട്, പൂവൊന്ന് ഫെയ്ഡായിട്ടുണ്ട്, കൊഴിയാറായിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്ലാന്റ് നല്ല അടിപൊളി പ്ലാന്റ്. സിംഗിൾ പെറ്റലാണ് അത് വരുന്നത് കേട്ടോ. നമ്പർ 15 വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നില്ല, മുട്ട് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ.
ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഒരു ക്രീം ഷെയ്ഡായിട്ടാണ് വരുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. നമ്പർ 15 വരുന്നത്. എല്ലാം ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. പിന്നെ അത് സിംഗിൾ ആണോ ഡബിൾ ആണോ എന്ന് കറക്റ്റും അറിയാൻ പറ്റുന്നില്ല കേട്ടോ. ഇതാ ഇത് നമ്പർ 16 വരുന്നത് കേട്ടോ. അതാ ഇങ്ങനെ ഇതാ ഇതാ ഇങ്ങനെ അടിപൊളി പ്ലാന്റ് നമ്പർ 16. ഇനി ഇപ്പുറത്തെ കാണിക്കാം. വേഗം കാണിച്ചു പോകട്ടെ, ഒത്തിരി താമസം വരുന്നല്ലേ. നമ്പർ 17 ഇതാ ഇതാണ്. സിംഗിൾ പെറ്റലാണ്, പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ, അടിപൊളി. നമ്പർ 18 ഒരു ജോക്കർ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതിനൊക്കെ ഓരോരോ പേരുകളുണ്ട് കേട്ടോ, പക്ഷെ നമുക്ക് പേര് പറയാനായിട്ട് പറ്റില്ലാത്തതുകൊണ്ടാണ്. ഇതൊരു നല്ല രസമാണ് കേട്ടോ. ഇതിന് സ്റ്റാർ പോലെ ഇരിക്കുന്ന ഇതിൻ്റെ ആ ഒരു തുമ്പ്, ജോക്കറിന് എന്തോ ഇതിൻ്റെ പേര് വരുന്നത് കേട്ടോ. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ, എനിക്ക് അങ്ങനെ തോന്നുന്ന പേര്. നമ്പർ 18 കേട്ടോ. നല്ല രസം അത് കാണാനായിട്ട്, നിറച്ച് പൂക്കളുണ്ടാവും. ഇതാ ഇത് 19 വരുന്നത് കേട്ടോ. 19 അല്ലേ, നോക്കട്ടെ. 19 വരുന്നേ. ഇതാ ഇങ്ങനെയാണ് പൂ വരുന്നത് കേട്ടോ. നല്ല ഒരു പീച്ച് കളറായിട്ട്. നമ്പർ 20 എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പ്ലാന്റ് ഇതാ ഇത്. സിംഗിൾ പെറ്റലാണ്, പക്ഷെ ഒരു യെല്ലോയും ഒരു വൈറ്റും അതിൻ്റെ നടുക്ക് ഇതാ ഇതിങ്ങനെ. ഇതൊക്കെ റെയറാണേ, നല്ല രസമാണ്. സിംഗിൾ പെറ്റലാന്ന് പറഞ്ഞാലും നല്ല റെയറാണ്. ഇത് ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി കേട്ടോ, ജോക്കർ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ സിംഗിൾ പെറ്റലാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഈ സിംഗിൾ പെറ്റലിനൊക്കെ എപ്പോഴും പൂക്കളുണ്ടാവും. 21 ആണ് കേട്ടോ അതിൻ്റെ നമ്പർ. ഇത് 22. നല്ല രസമുള്ളതാ ഇങ്ങനെയാണ്. ആദ്യത്തെ ഇതിൻ്റെ ഉള്ളിൽ വേറെ ലെയർ ഉണ്ട് കേട്ടോ. സിംഗിൾ പെറ്റലല്ല, ഡബിൾ പെറ്റൽ തന്നെയാണ്. ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നമ്പർ 22. നമ്പർ 23 എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നില്ല. ഇത് സിംഗിൾ പെറ്റൽ പോലെ തോന്നുന്നത് ഒരു യെല്ലോ കളർന്നിട്ടുള്ള ഒരു കളറാണ് കേട്ടോ വരുന്നത്. ഉള്ളിൽ വേറൊരു കളറും കൂടെ വരുന്നുണ്ട്. ഇതാ 23. നിങ്ങൾ ചിലത് പ്ലാന്റുകൾ ഇങ്ങനെ പ്ലാന്റ് കണ്ടിട്ട് എടുത്തോളൂ കേട്ടോ. എനിക്ക് കറക്റ്റ് ചിലത് കളറ് പറയാൻ പറ്റുന്നില്ല. ഇത് നമ്പർ 24 കേട്ടോ. 24 നല്ല ഭംഗിയാണ് കാണാനായിട്ട്. സിംഗിൾ പെറ്റലാണ് കേട്ടോ, പക്ഷേ അതൊരു വയലറ്റ് കളറ് ചേർന്നിട്ടാണ്. അതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അതാ ഒരു ലാവൻഡർ കളറ് ചേർന്നിട്ട് ഇതാ ഇങ്ങനെ കണ്ടോ. ഇതാ നല്ല രസമാണ് കാണാൻ അത് കേട്ടോ. സിംഗിൾ പെറ്റൽ എന്ന് പറഞ്ഞാലും സിംഗിൾ പെറ്റലിലാണ് കൂടുതൽ പൂക്കൾ ഉണ്ടാവുന്നത് ഞാൻ കാണുന്നത് കേട്ടോ. നല്ല രസമാണ് അത് കാണാനായിട്ട്. നമ്പർ 25 വരുന്ന ഒരു വയലറ്റ് ചേർന്നിട്ടുള്ള ഒരു ഡാർക്ക് കളറാണ് വരുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെ ഒരു ഡാർക്ക് മജന്ത ചേർന്നിട്ട് ഒരു ബ്ലാക്ക് ചേർന്നിട്ടുള്ള ഒരു കളറ്. നമ്പർ 26 ഇതാണ് വരുന്നത്. ഇതൊരു വെറൈറ്റി കളറാണ്. അതിലൊക്കെ അത് സ്റ്റിക്കർ ഇതൊക്കെ വെച്ചേക്കണേ. ഇതിൻ്റെ കളറ് ഇതിൻ്റെ ഉള്ളിൽ ഒരു ക്രീമും ഒരു മജന്തയും കൂടെ ചേർന്ന് വരുന്നതാണ്. ഒരു ചെറിയൊരു യെല്ലോയിഷ് ഷെയ്ഡായിട്ട് വരുന്നത്. ഇതാ ഇങ്ങനെ 26 കേട്ടോ. 27 പൂവില്ല, കൊഴിഞ്ഞു പോയി. ഇതാണ് ചെടി വരുന്നത് കേട്ടോ. നിങ്ങൾ ചെടി കണ്ടിട്ട് എടുത്തോളൂ. പൂക്കൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇങ്ങനെ കരിഞ്ഞിരിക്കുക. അത് കാരണം കറക്റ്റ് കളർ അറിയാൻ പറ്റുന്നില്ല കേട്ടോ. ആർക്കെങ്കിലും കളർ അറിയാൻ ഇങ്ങനെ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വാങ്ങിച്ചോളൂ കേട്ടോ. ചിലത് അങ്ങനെ വന്നിട്ടുണ്ട്. 28 വരുന്നത് ഇതാണ്. 28 ഒരു മജന്ത ചേർന്നിട്ടുള്ളൊരു കളറാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. ഒരു മജന്തയും ഒരു ബോർഡർ ഒരു ബ്ലാക്കും കൂടെ ചേർന്നിട്ട് ഇതാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ. നല്ല അടിപൊളി പ്ലാന്റാണ്. ബോൺസായി ഒക്കെ ആയിട്ട് ഇത് സെറ്റ് ചെയ്യാൻ പാകത്തിനൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വാങ്ങിച്ചോളൂ. 29 ഇതാണ് വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ പൂവിൻ്റെ കളറ് വരുന്നത്. ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? 29. അതിൽ ചില പൂക്കളൊക്കെ കൊഴിഞ്ഞ് വേറെ കളറുകളൊക്കെ കയറി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഉറപ്പുള്ളതാണല്ലോ എനിക്ക് കറക്റ്റ് കളറ് പറയാൻ പറ്റുള്ളൂ. ഇത് 30 വരുന്നത് കേട്ടോ. 30 വരുന്നത് ഒരു സിംഗിൾ പെറ്റലാണ്, പക്ഷേ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. ഇങ്ങനെയാണ് വരുന്നത്. ജോക്കറിൽ പെട്ട ഒരു വെറൈറ്റി തന്നെയാണ്. അതിൻ്റെ ഇലകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. നല്ല പ്ലാന്റാണ് വരുന്നത് കേട്ടോ. 31 വരുന്നത് ഇതാണ്. ഇങ്ങനെ നല്ല രസമുള്ള സിംഗിൾ പെറ്റലാണ് വരുന്നത് കേട്ടോ. 31. 32 വരുന്നത്. 32 ചിലതിങ്ങനെ തുറന്നു നോക്കിയാലും കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. മിക്സ് ചെയ്ത കളർ വരുന്നത് ഉള്ളിൽ. ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ചില ഡിഫറൻസുകൾ ഉണ്ടാവും കേട്ടോ. കാരണം നമ്മൾ തുറന്നു നോക്കുമ്പോഴും വിരിഞ്ഞ് വരുമ്പോഴും വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ. അതേതാ വന്നത്? 32. 33 വരുന്നത് ഇതാണ്. ഇതും നിങ്ങൾ ചെടി കണ്ടിട്ട് വാങ്ങിച്ചോളൂ കേട്ടോ. നല്ല അടിപൊളി കോഡക്സ് ഉള്ള ചെടിയാണ്. അതൊരു യെല്ലോ കളർന്നിട്ടുള്ളൊരു പൂവായിട്ടാണ് കേട്ടോ തോന്നുന്നത്. മുട്ടാണ്. 34 വരുന്നത്. 33 അല്ലേ വരുന്നത്? ഇത് 35 ആണേ.
34 അതിൻ്റെ ഉള്ളിൽ എവിടെ പെട്ടു എന്ന് തോന്നുന്നു. ഇത് അടിപൊളി പ്ലാന്റ്. ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. 35 ആണത് കേട്ടോ. 34 ഇതാണ് കേട്ടോ. നല്ല പ്ലാന്റ് ആണ്, പക്ഷെ പൂവില്ല. ഇതാ മുട്ടുകൾ കൊഴിഞ്ഞ മാതിരിയാണ് കേട്ടോ ഇരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ചേഞ്ചിന് ചൂടൊക്കെ കൂടുമ്പോൾ മുട്ടുകൾ കൊഴിയുമല്ലോ. ഇതാ ചെടി കണ്ടിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുത്തോളൂ കേട്ടോ. നല്ല അടിപൊളി ചെടിയാണ് അത്. ഇപ്പോൾ പൂവില്ലാത്തത് കാണിച്ച് ഞാൻ 34 നേരത്തെ പറഞ്ഞില്ലായിരുന്നല്ലോ. 34 ആണ് കേട്ടോ ഇത് 36. 35 നേരത്തെ പറഞ്ഞായിരുന്നു. 36 ഒരു വയലറ്റ് ചേർന്നിട്ടുള്ള ഒരു കളറാണ് വരുന്നത്. സിംഗിൾ പെറ്റലാണെന്ന് തോന്നുന്നു. 36 ആണ് പറഞ്ഞത്. 37 ആണ് കേട്ടോ ഇത്. 37 ഇങ്ങനെയാണ് വരുന്നത്. 37 വിരിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. ഇതാ ഇങ്ങനെ കേട്ടോ വരുന്നത്. ഇതാ ഇങ്ങനെ ഉള്ളിൽ മിക്സ് ചെയ്ത് നല്ല പ്ലാന്റ് ആണ് കേട്ടോ. ഇതാ ഇങ്ങനെ 37. ഒത്തിരി പേർക്ക് സിംഗിൾ പെറ്റൽ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം 38 ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. 39 വരുന്നത് ഇതാണ് സിംഗിൾ പെറ്റലാണ്. ഇതാണ് പ്ലാന്റ് വരുന്നത്. ഇതാണ് കേട്ടോ. 39 വരുന്നത് അടിപൊളി പ്ലാന്റ്. സിംഗിൾ പെറ്റലാണെങ്കിലും നല്ല രസമാണല്ലോ. ലൈറ്റൊക്കെ ഇട്ടിട്ട് വേർത്തിട്ട് ഒരു രക്ഷയില്ല. ഇത്ര നേരം ആകുമ്പോഴത്തേക്കും നല്ല ഇത് കൊടുക്കത്തേക്കാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ പ്ലാന്റുകൾ കാണിച്ചപ്പോൾ നിങ്ങൾ വേഗം തന്നെ കാർട്ട് ആഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്തോളൂ. ഇതുകൂടാതെ നമുക്ക് പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. 150യുടെ പ്ലാന്റ് ഇപ്പോൾ കാണിച്ച മുഴുവനും 350യുടെ പ്ലാന്റുകളാണ് കേട്ടോ. നല്ല പ്രായമായിട്ടുള്ള കോഡക്സ് ഒക്കെ നല്ല വലുതായിട്ടുള്ള 3-3.5 വർഷം പ്രായമായിട്ടുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മൾ 350ക്ക് കൊടുക്കുന്നത്. അതുകൂടാതെ 150യുടെ പ്ലാന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. 150യുടെ പ്ലാന്റുകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ, ഇതിപ്പോൾ വീഡിയോ അല്ലെങ്കിൽ ലെങ്തി ആവുമല്ലോ. അപ്പോൾ 150യുടെ പ്ലാന്റുകൾ നമ്മൾ 6 മണിക്ക് ഒരു വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒത്തിരി കളറുകൾ വന്നിട്ടില്ല, എന്നാലും നിങ്ങൾ കണ്ടോളൂ. അത് കണ്ടിട്ട് നിങ്ങൾ അതും കൂടെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.